സാറിൻ്റെ നിരീക്ഷണങ്ങൾ എല്ലാം ശരിയായോ? എല്ലാം ശരിയല്ലേ? അതൊക്കെ തെറ്റിപ്പോയി. തെറ്റിയത് ഏതൊക്കെയായിരുന്നു? തെറ്റിയത് കേരളത്തിൽ LDFന് 12 സീറ്റ് കിട്ടുമെന്ന് ഞാൻ അവസാന നിമിഷം വരെ പറഞ്ഞിരുന്നു. ഇടയ്ക്ക് ഇപ്പോൾ ഏഷ്യാനെറ്റ് ഡിസ്കഷനാണ് കണ്ണൂർ ബോംബ് പൊട്ടിയപ്പോൾ ഞാൻ ചിലപ്പോൾ അത് മലബാറിൽ തിരിച്ചടി ആവുമെന്നോ. പക്ഷെ ഫൈനലി ഞാൻ നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി ഒരു പ്രൊഡിക്ഷൻ നടത്തുന്നതിൽ എന്ന് വെച്ചാൽ ഒരു പൊതു ക്യാരക്ടർ എന്താണെന്ന് നോക്കും വോട്ടേഴ്സിൻ്റെ, അതിലെ മാറ്റം വന്നത് എന്താണെന്ന് നോക്കും. അപ്പം ഈ രണ്ട് കാര്യം വെച്ചിട്ടുണ്ട്. അപ്പം അടുത്ത കാലം വരെ കേരളത്തിലെ സംഭവം എന്ന് വെച്ചാൽ ഒരു ഇലക്ഷൻ്റെ തൊട്ട് മുമ്പേ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ജനം മാറുമായിരുന്നു. രാജീവ് ഗാന്ധിയുടെ മരണം പണ്ട് നായനാരൻ്റെ പഠിച്ച സമയത്ത് നിങ്ങളെ ബേബി ജോൺ ഏതൊരു കൊല്ലംകാരനെ തട്ടിക്കൊണ്ടുപോയി സരസനെ തട്ടിക്കുക എന്നുള്ള പ്രചാരണം. അതുപോലെ തന്നെ ലാസ്റ്റ് നാനാ സർക്കാരിൻ്റെ സമയത്ത് ട്രഷറി ഒരു ദിവസം പൂട്ടിയിട്ടത്, ഇതൊക്കെ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതിൻ്റെ മൊത്തം ഇലക്ഷൻ അതിൻ്റെ മുമ്പ് ഈ പറയുന്ന നാനാ ഗവൺമെൻറ്റുകളെല്ലാം ലാസ്റ്റ് ഗവൺമെൻറ് വെച്ചെല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പം ഈ ചെറിയ സംഭവത്തിനുള്ള കേരളത്തിൽ ഇലക്ട്രേറ്റ് മൊത്തം മാറ്റി ചിന്തിക്കുക. പക്ഷേ കഴിഞ്ഞ ഇലക്ഷൻ അത് സംഭവിച്ചില്ല. ഈ സ്വർണ്ണ കള്ളക്കടത്ത് പോലുള്ള സകല കേസുകളും ഉണ്ടായിട്ടും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്? കോവിഡ് സമയമായിരുന്നു. ശക്തമായ ലീഡർഷിപ്പ്, പിന്നെ അവരുടെ സംഘടനാ സംവിധാനം, കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDFന് പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി. ഇതൊക്കെ തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനെ അപേക്ഷിച്ച് UDFന് LDFൻ്റെ നേട്ടങ്ങളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തവണ നമ്മൾ നോക്കുന്ന സമയത്ത് കോൺഗ്രസ് ഭയങ്കര ദുർബലമാണ്, UDF വളരെ ദുർബലമാണ്. ഇപ്പോഴും അവർ വിജയിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർ ശക്തിപ്പെട്ടു എന്നും പറയില്ല. ദുർബലം തന്നെയാണ്. ദുർബലം എന്ന് ഞാൻ പറയാൻ കാരണം സംഘടനാ സംവിധാനം ഇല്ല. ഇപ്പോൾ 1-2 സ്ഥലങ്ങളിൽ വെച്ച് പിന്നെ യൂത്ത് ലീഗ് 4-5 സ്ഥലങ്ങളിൽ ലീഗ് അത്ര സജീവമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും പിന്നെ കോൺഗ്രസ്സിന് UDF വിജയിച്ചു. അത് മലബാറിൽ വെച്ച ഉണ്ണിത്താൻ ചേട്ടൻ്റെ സീറ്റൊക്കെ എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ചക്ക വീണ മുയൽ കെട്ടി ശബരിമല വീണു മുയൽ കെട്ടി എന്ന് പറഞ്ഞ പോലെയാണ്. ആ സീറ്റിലേക്ക് ഉണ്ണിത്താൻ ചേട്ടൻ 1 ലക്ഷം വോട്ടിന് ജയിക്കുന്നു. സുധാകരൻ സാധാരണഗതിയിൽ കണ്ണൂർ ജയിക്കേണ്ട ആളാണ്. പക്ഷേ സുധാകരൻ താല്പര്യമില്ലാതെ മത്സരിച്ച ഒരു സമയത്ത് കണ്ണൂർ ജയിച്ചിട്ടില്ല. ഇത്തവണ താല്പര്യമില്ലാതെ മത്സരിച്ച. രണ്ടാമത്തെ കാര്യം, സുധാകരൻ ഓപ്പണായിട്ട് പിന്നെ അബദ്ധങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങേക്കൊരു ഈ പറയുന്നതിനെ മാതിരി പണ്ടത്തെ പോലെ ആരോഗ്യമില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഓർമ്മക്കുറവ്. മാത്രമല്ല RSS CPM തമ്മിൽ അടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് RSSന്റെ വോട്ട് മേടിച്ചാണ് ജയിച്ചുകൊണ്ടിരുന്നത്. തവണ അടി നിന്നു. മാത്രമല്ല അതിനൊക്കെ മധ്യസ്ഥം വഹിച്ചിട്ടുള്ള CPMന്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനായിട്ടുള്ള അവിടെ ജില്ലാ സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്. കോഴിക്കോടാണ് രാഘവേട്ടൻ ആദ്യത്തെ 1-2 ഇതൊക്കെ ഓക്കെ. ഇപ്പം ശശി തരൂരിനെ പോലെ സ്റ്റെയിനായി മത്സരിക്കുന്നത്. അവിടെ മുസ്ലിംസിനിടയിലൊക്കെ നല്ല സ്വാധീനമുള്ള എന്നാൽ വലിയ ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള ഇളമനക്കാരിയും നല്ല ഇംഗ്ലീഷൊക്കെ ഉള്ളു. ഈ മണ്ഡലങ്ങളൊക്കെ ഭൂരിപക്ഷം കണ്ടോ? പിന്നെ അവിടെ പാലക്കാട് കണ്ടോ? പാലക്കാട് കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ശ്രീകണ്ഠൻ ജയിച്ചിരിക്കുന്നത് 50,000-ന്റെ കൂടുതൽ ഭൂരിപക്ഷം. പാലക്കാട് എനിക്ക് തോന്നുന്നു മിക്ക സർവേകളിലും വിജയരാഘവൻ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നോക്കൂ നിങ്ങൾ, ആലപ്പുഴ ആരിഫ് എല്ലാവർക്കും ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന MP ഇല്ല. പക്ഷേ ഞാൻ വിചാരിച്ച ആരിഫിൻ്റെ വോട്ട് പിടിച്ചുകൊണ്ടുപോവുക, ആരിഫിൻ്റെ അല്ല ഈ പറയുന്ന ഈ UDFന്റെ വോട്ടാണ് ശോഭ പിടിക്കുക. പക്ഷെ നോക്കുമ്പോൾ പണ്ട് നമ്മുടെ ഡിസ്കഷനുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കാരണം എന്തിന് ഇയാളെ ജയിപ്പിക്കണം? അയാളാണ് 3 തവണ MP ആയിരുന്ന സമയത്ത്, 1 തവണ കേന്ദ്രമന്ത്രി ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആരിഫാണെങ്കിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്, ശോഭയാണെങ്കിൽ ഡെലിവറി, പക്ഷെ ആരിഫ് തോൽക്കുന്നു. അപ്പം ഇപ്പം ഈ വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ LDF തന്നെയാണ് ശക്തം. അത് ഇപ്പോഴാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും. UDF സംവിധാനം ഇല്ല, പക്ഷേ ഭരണവിരുദ്ധ വികാരം എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. ഈ ഭരണവിരുദ്ധ വികാരം ഇത്ര ശക്തമാണ് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. കാരണം കഴിഞ്ഞ തവണയും ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിരുന്നു, കിറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും. ഇത് പക്ഷേ ആ രീതിയിൽ അത്രയും ജനങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടോ LDF? ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ LDF ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ശമ്പളമൊക്കെ കിട്ടിപ്പോകുന്നത്, അത്യാവശ്യം പെൻഷനൊക്കെ വരുന്നത്. അല്ല UDF ആയിരുന്നെങ്കിൽ ഈ പെൻഷൻ ഒരുപാട് മുടങ്ങി എങ്കിൽ പോലും സീസണൊക്കെ ഒരു എന്താ പറയുക, പെരുന്നാളും ഒക്കെ ഓണമൊക്കെ ആകുമ്പോൾ കിട്ടുന്നുണ്ട്. മുമ്പ് അങ്ങനെ ഓണത്തിന് ക്രിസ്മസിന് മറ്റേ കൃത്യമായി കൊടുത്തിരുന്നു. ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, തോന്നിട്ട്. പിന്നെ മാത്രമല്ല ഈ സപ്ലൈകോയിലൊന്നും അടച്ചുപൂട്ടിയില്ല. UDFന്റെ സമയത്ത് തന്നെ അടച്ചുപൂട്ടുന്ന അവസാനം. പക്ഷെ ഇപ്പോൾ സാധനങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ധർമാശുപത്രികൾ, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കുഴപ്പമില്ല, പക്ഷേ ചില കേസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. ഇതൊക്കെ ഒഴിച്ചു നിർത്തിയാലും ഈ മലയാളി പൊതുവെ ബുദ്ധി ഉപയോഗിച്ചല്ലേ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പോലും ശരിയാണ്, ചില കേസ് മുമ്പില്ലാത്ത ചില കേസുകൾ LDFനെതിരെയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, LDF നേതാക്കന്മാർക്കെതിരെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തിനും UDF ഭേദമാണ് ഇവർ. പക്ഷേ ആളുകൾ അങ്ങനെ ചിന്തിച്ചില്ല എന്നുണ്ട്.
മാത്രമല്ല വടകരയൊക്കെ വോട്ട് മറന്നു നോക്കുമ്പോൾ CPM ഉള്ളിൽ നിന്ന് പണി കൊടുത്താൽ എനിക്ക് വലിയ സംശയമുണ്ട്. അത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തു പലയിടങ്ങളിലും CPM വോട്ട് CPM കേഡർ വോട്ട് കേഡർ പാർട്ടി അംഗങ്ങൾ ഇപ്പോൾ കേഡർ പാർട്ടിയാണ് ആ പാർട്ടി അംഗങ്ങളുടെ വോട്ട് അത് ഞെട്ടിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, ധർമ്മടവും തളിപ്പറമ്പും ഒക്കെ ലീഡ് ചെയ്യുന്നത് അതാണ് നിസ്സാരമായി കാണേണ്ടതല്ല. പാലക്കാട് ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ LDF ഈ രീതിയിൽ 1 ലക്ഷം വോട്ടിനൊക്കെ തോൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഉള്ളുന്ന് പണി വന്നതാണ്. അതായത് ജനങ്ങളുടെ ആർക്കെതിരെ ആയിരിക്കും പണി? അതിപ്പോൾ എന്താണ് ഇപ്പോഴുള്ള ലീഡർഷിപ്പിനെതിരായിരിക്കും. ഇപ്പോഴത്തെ ലീഡർഷിപ്പ് പോരാന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ഇങ്ങനെ ആയപ്പോൾ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് വെച്ചാൽ മസ്ലിം പിടിച്ചെടുത്തിന് വല്ല കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ കുറച്ച് കാര്യം ബിസിനസ്സൊക്കെ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ആരോപണങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം വീണയ്ക്കെതിരെ ആരോപണം പറഞ്ഞിട്ടുള്ള നമ്മളെ പെണ്ണുണ്ടല്ലോ കൊയൽനാട് കേസ് പിൻവലിച്ചു. അതിൽ പുറത്തേക്കുന്നില്ലല്ലോ. അതൊക്കെ അതാണ് ഇന്നാള് എക്സാലോജി കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ദുബായ് കമ്പനി ക്ലാരിഫൈ ചെയ്തല്ലോ. പക്ഷെ ജനം അതൊന്നും വിശ്വാസത്തിലെടുത്തില്ല, പാർട്ടിക്കാർ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളത്. ജനത്തിനെ വിശ്വസിപ്പിക്കാൻ പാർട്ടിക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട് മറുപടികൾ കൊടുത്തു പോകുന്ന ഒരു പാർട്ടിയാണ്. മാത്രമല്ല എന്തൊരു സാഹചര്യം വന്നാലും അല്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ കൊലപാതകം പോലുള്ള ഒരു വിഷയമൊക്കെ വരണം, ഇല്ലെങ്കിൽ അവർ ഉള്ളിൽ നിന്ന് വലിക്കില്ല. വടകര TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിന്റെ ആഘാതം ഇപ്പോഴും ഉണ്ട് എന്ന് മാത്രമല്ല, അത് മാത്രമായിരുന്നു ഇത്രയും വലിയ ഭൂരിപക്ഷം നെക്കെ കൈ പോയത്. ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത് ഇപ്പോൾ ഉള്ള ലീഡർഷിപ്പിനെതിരെ ശക്തമായിട്ടുള്ള പ്രശ്നമാണ്. അത് നമ്മൾ കണ്ടില്ല. കാരണം അങ്ങനെ ഒരു സംഭവം മലബാറിലൊന്നും നമുക്ക് ശീലമേ ഇല്ല. എന്ത് വൃത്തികളാണെങ്കിൽ പാർട്ടി തീരുമാനം വന്ന അതാണ്. അപ്പോൾ ഇന്ന് സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞ പോലെ ആളുകൾ ഇൻഡിപെൻഡൻ്റ് ആയി ചിന്തിക്കാൻ തുടങ്ങി. ഇത് മലബാറിൽ ഇല്ലാത്തൊരു സാധനമാണ്. ഇപ്പം നിങ്ങൾ തെക്കോട്ട് വന്ന ജാതി ചിന്ത ആണ് പ്രധാനമായിട്ടും. മലബാറിൽ പോയ പൊളിറ്റിക്കൽ ചിന്തയാണ്, രാഷ്ട്രീയ ചിന്തയാണ്. ഈ സംഭവം പോയിട്ട് ഇവിടെ ഇൻഡിവിജ്വലായി ചിന്തിക്കാൻ തുടങ്ങി. ഇതൊരു വലിയൊരു സംഭവമാണ്. ഇത് നമ്മൾ കണ്ട് ഈ ഇലക്ഷൻ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്ന് വെച്ചാൽ ഇൻഡിവിജ്വാലിറ്റിക്ക് എസ്പെഷ്യലി മലബാർ മേഖലയിൽ വലിയ ഇമ്പോർട്ടൻസ് വന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ അതിനെ. പിന്നെ രണ്ടാമത്തെ കാര്യം, മാണി സാറിനുള്ള ഇമ്പാക്റ്റിന്റെ 100-1 ജോസ് കെ മാണിക്കില്ല എന്ന് മനസ്സിലായില്ല. കാരണം ഞാൻ വിചാരിച്ച അങ്ങനെയല്ല. അപ്പോൾ കഴിഞ്ഞ തവണ കോട്ടയം സെൻട്രൽ ട്രാവൻകൂർ മേഖലയാണ് UDF ചതിച്ചത്. അതിന് കാരണം മാണീൻ്റെ ഇമ്പാക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഘടകം ആ അച്ഛന്മാർ മാറി. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കും, അങ്ങനെ മാണീൻ്റെ വോട്ട് വന്നിരുന്നെങ്കിൽ സുഖമായിട്ട് പത്തനംതിട്ട ജയിക്കും, ഇടുക്കി ജയിക്കും, കോട്ടയം ജയിക്കും. ഇത് കോട്ടയത്ത് അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് പോലും ജയിച്ചില്ല. അപ്പം CPM ഈ നമ്മൾ ഫ്രാൻസിസ് ജോർജ് 60,000 വോട്ട്, എത്ര വോട്ടിനാണ് ജയിച്ചത്? 60,000 വോട്ട്. അത് കൃത്യമായിരുന്നു. അവരുടെ UDFന്റെ കണക്കൂട്ടൽ അങ്ങനെയായിരുന്നു. വോട്ടിന് ജയിക്കുമെന്ന് അവർ പറഞ്ഞു. ശരിക്കും കോട്ടയം മാണിയും കൂടി വന്നപ്പോൾ LDFന് ശക്തമായ സാന്നിധ്യമാണ് ഈ ഹൈ റേഞ്ച് മേഖലകളിൽ. അതാണ് പൊട്ടിയിരിക്കുന്നത്. എറണാകുളത്താണെങ്കിൽ ഷൈൻ ടീച്ചറിന്റെ ഭൂരിപക്ഷം കണ്ടല്ലോ. ഷൈൻ ടീച്ചർ നല്ല ഇയാളുടെ ഭൂരിപക്ഷം, ഹൈബിന്റെ ഭൂരിപക്ഷം കണ്ട കുറവാണ് ഷൈൻ ടീച്ചർ. പിന്നെ സ്ഥാനാർത്ഥി പ്രശ്നമുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ രീതിയിൽ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ഈ പറയുന്ന CPM ഉണ്ടായിരുന്ന കെട്ടുവപ്പും അതിന് ഞാൻ കൂടുതൽ എംഫസിസ് കൊടുത്തു. ഈ ഇലക്ഷനാണ് അവിടെ കാര്യമായ പ്രശ്നം കണ്ട എന്നുള്ള തിരിച്ചറിവ് വന്നു. ഓരോ ഇലക്ഷൻ നമുക്ക് തിരിച്ചറിവാണ്. പിന്നെ വേറെ സമയം അതെനിക്ക് പറ്റിയിട്ടുള്ളൂ LDFന്റെ ഒരു കാര്യത്തിൽ. ബാക്കി രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ നമുക്കറിയാം ഇവിടെ അത്രയും നെക്ക മത്സരമായിരുന്നു. രാജീവ് ജയിക്കുമെന്ന് പറയാൻ കാരണം വെച്ചാൽ അവിടെയുള്ള വോട്ടുകൾ സ്പ്ലിറ്റ് ആവും നമ്മൾ കരുതിയിരുന്നു. അത് ആ രീതിയിൽ സംഭവിച്ചില്ല. പിന്നെ BJPക്കാരുടെ പരമാവധി വോട്ട് സിറ്റിയിൽ അവർ ചെയ്യിപ്പിച്ചിട്ടില്ല. അതാണ് കാര്യം. ഈ ചെയ്യിപ്പിച്ചിട്ടായിട്ട് പോലും നമ്മൾ വിചാരിച്ച് രാജീവ് ജയിക്കുമെന്ന് പറയാൻ കാരണം രാജീവ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു, തീരദേശ മേഖലയായിരുന്നു. പക്ഷെ അത് വിചാരിച്ച ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവചനം ശോഭാ സുരേന്ദ്രൻ, സുരേഷ് ഗോപി ഇതൊക്കെ വളരെ കൃത്യമാണ്. ശോഭാ സുരേന്ദ്രൻ 28 വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു. 28% വോട്ട് നിങ്ങൾ എന്നോട് ജയിക്കുമെന്ന് വെച്ചു. ഞാൻ വന്ന് 28% ഓർമ്മയുണ്ടോ വന്നു. പിന്നെ അവിടെ പക്ഷെ നമുക്ക് പറ്റിയ ആരിഫിന് ഈ ഒരു ഷിഫ്റ്റ് നമ്മൾ കണ്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപി നമ്മൾ ആദ്യം പറയുന്നതാണ്. കാരണം BJPക്കാർ തന്നെ അവിടെ നിന്ന് വിളിച്ച് എന്നോട് തോൽക്കുന്നത് ഞാൻ അല്ല ജയിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തി ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് 5 വർഷം കൊണ്ട്. അത് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തെ അപ്പുറം കടന്നു പോകുന്നതായിരുന്നു. പിന്നെ സുരേഷ് ഗോപിക്ക് തന്നെ അകത്തും പുറത്തും ഉണ്ടായിട്ടുള്ള എതിർപ്പുകൾ സുരേഷ് ഗോപിനെ ശക്തനാക്കി മാറ്റുകയും ചെയ്തു. പിന്നെ സെൻട്രലിൽ നമുക്ക് പറ്റിയൊരു സംഭവം എന്ന് വെച്ചാൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ RSSകാരെ അവിടെയൊക്കെ ഉള്ളിൽ കുത്തുന്നത് നമുക്കറിയാം. പക്ഷെ അത് മനസ്സിലാക്കിയ ഒരേ ഒരാള് യോഗേന്ദ്ര യാദവായി. പിന്നെ ഈ കേരളത്തിലെ ഈ ഇന്ത്യയിലെയും ഈ പറഞ്ഞ റിസൾട്ട് കൃത്യമായി ബോധിച്ച ഒരാളുണ്ട്. എൻ്റെ സുഹൃത്താണ് MG കോളേജ് പൊളിറ്റിക്കൽ സയൻസിലെ രവിശങ്കർ എന്നോട് വന്നു, ഫക്രുദ്ദീനെ
കേരളത്തിൽ സുരേഷ് ഗോപി ചിലപ്പം ജയിക്കാൻ മതി, ഉറപ്പില്ല. പക്ഷേ കേരളത്തിൽ 17-3 അത് ഏതാണ് അങ്ങനെ വന്നു. സെൻട്രൽ എന്നോട് പറഞ്ഞു BJP NDA സഖ്യം പരമാവധി 290-300, കോൺഗ്രസ് ഒരു 100-180. രവിയാണ് കൃത്യമായി പ്രവചിച്ചത്. പക്ഷേ രവിക്ക് ഞാൻ രവിയോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു രവി ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, രവിക്ക് താല്പര്യമില്ല.